Greetings to you in the glorious name of our Lord and Savior, Jesus Christ, who is coming back to receive His glorious church into the air. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് രാത്രി സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പെർഗമോസ് ചർച്ചിനോടുള്ള ദൂതായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തുയത്തേരിയയിലുള്ള സഭയുടെ ദൂതിനെ കുറിച്ചാണ്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 verses 18 to 29. 11 verses are contained in the message of church to Thyatira. തുയത്തേര ദൈവസഭയ്ക്ക് യോഹന്നാൻ എഴുതിയിരിക്കുന്ന വെളിപ്പാടിൽ നാലാമത്തെ സഭയായ തുയത്തേരിയ ദൈവസഭ, ദ ചേർച്ച് അറ്റ് ടൈറ്റീരിയ. ഇവിടെ വായിക്കുന്നു, തുയത്തേരിയിലെ സഭയുടെ ദൂതർ എഴുതുക, അഗ്നിജാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, to each churches Jesus Christ directly speaking. ഇവിടെ എഴുതിയിരിക്കുന്നു, these things says the Son of God. These things says the Son of God. His eyes are like flame of fire. His feet are like the brass. വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുകളും അഗ്നിജാലയ്ക്കൊത്ത കണ്ണുകളുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ഇതാണ് ഇൻട്രൊഡക്ഷൻ. എല്ലാ ചർച്ചിനും അതതിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഇവിടെ തുയത്തേര ദൈവസഭയ്ക്ക് കർത്താവായ യേശു മിശിഹ നേരിട്ട് അവരോട് സംസാരിക്കുക. എല്ലാ ദൈവസഭയോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുകളും അഗ്നിജാലയ്ക്കൊത്ത കണ്ണുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. അപ്പോ 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ യോഹന്നാൻ ദർശിച്ചപ്പോ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലുണ്ടായിരുന്ന 7 പൊൻനിൽ വിളക്കുകളും നിലയങ്കി ധരിച്ചും 6 പൊൻകച്ച കെട്ടി എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഓരോ വാക്കുകൾ അടർത്തിയെടുത്ത് പരിശുദ്ധാത്മാവ് അതാത് സഭകളോട് സംസാരിക്കുക. The angel to the church at Thyatira, these things says by the Son of God, whose eyes are like flaming fire, whose feet are like brass. ഒന്ന് ശ്രദ്ധിക്കണം, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, വെള്ളോട്ടിനു സദൃശ്യമായ കാലുള്ളവൻ. അതിനെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ കണ്ണിന് മറന്നിരിക്കുന്ന ഒന്നുമില്ല. നമുക്ക് പലതും കാണാൻ സാധിക്കത്തില്ല, പക്ഷെ ദൈവത്തിനെല്ലാം സാധിക്കും. അവരിത് എടുത്തുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനും വെള്ളോട്ടിനു സദൃശ്യമായ കാലുകളുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. These things are says by the Son of God. ദൈവപുത്രൻ നേരിട്ട്
ഓരോ സഭകളോട് സംസാരിക്കുക. അപ്പോ തുയത്തേരിയ ടൈറ്റീരിയ is a place called a place which was in the old Roman province. Now it is situated in Asia Minor, a place called Turkey. ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിൽ ഇന്ന് ഈ സ്ഥലം നിലനിൽക്കുന്നു. 7 സഭകൾക്ക് ദൂത് പറയുമ്പോ യോഹന്നാൻ പറയുന്ന 4ാമത്തെ നമ്പർ ദൈവസഭയാണ് ടൈറ്റീരിയ അഥവാ തുയത്തൈര സഭ. ഈ സഭയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് ചർച്ച് ഈസ് ടോളറേറ്റിംഗ് ദ സിൻ. ചർച്ച് പീരീഡ് അനുസരിച്ച് പറഞ്ഞു വരുമ്പോ ഈ സഭ AD 610 മുതൽ 1500 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നതായ റോമൻ കാത്തലിക് സഭയുടെ വളർച്ചയും അതിനകത്തുണ്ടായിരുന്ന ചില ഉപദേശ പിശകുകളെയും കുറിച്ചാണ് ഈ ദൈവസഭ ഡീൽ ചെയ്തത്. അല്പം കൂടെ പറഞ്ഞാൽ, പെർഗമോസ് ചർച്ച് 312 മുതൽ 610 വരെയുള്ള കാലഘട്ടം, അതിനുശേഷമുള്ള ടൈറ്റീരിയ ചർച്ച്, തുയത്തേരിയ സഭ എന്ന് പറയുന്നത് AD 610 മുതൽ 1500 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ലോകത്തിൽ നിലനിന്നിരുന്ന റോമൻ കാത്തലിക് ചർച്ചിന്റെ ഉപദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. വൺസ് മോർ, the church was going on in dark age. അന്ധകാര യുഗത്തിൽ കഴിഞ്ഞിരുന്ന ദൈവസഭ. Roman Catholic supremacy was going on in the church. Roman Catholic supremacy, the supremacy of Pope. There are different doctrines going on in this church. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പുത്രൻ നേരിട്ട് ദൈവസഭയോട് ഇടപെടുകയാണ്. These things says by the Son of God, whose eyes are like flaming fire and whose feet are like burning brass. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ, വെള്ളോട്ടിന് സദൃശ്യമായ കാലുകൾ, കത്തിക്കൊണ്ടിരിക്കുന്ന വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ള ദൈവപുത്രൻ ദൈവസഭയോട് അരുളി ചെയ്യുന്നു. എന്നുവെച്ച് അവരോട് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും നിന്റെ വിശ്വാസവും നിന്റെ ശുശ്രൂഷയും നിന്റെ സഹിഷ്ണുതയും അറിയുന്നു. There are 4 points. First one, നിന്റെ പ്രവൃത്തി. 2, നിന്റെ സ്നേഹം. 3, നിന്റെ വിശ്വാസം, നിന്റെ ശുശ്രൂഷ, നിന്റെ സഹിഷ്ണുത. 5 കാര്യങ്ങൾ അവിടെ എടുത്തു പറയുക. I know your works, your love and service to all the people. I know your patience and your faith. 5 കാര്യങ്ങൾ ദൈവസഭയെ കുറിച്ച് ഇവിടെ കർത്താവ് പറയുക. സംസാരിക്കുന്നത് ദൈവത്തിന്റെ പുത്രൻ നേരിട്ട് ദൈവസഭയോട് ഇടപെടുന്നു. The Son of God, whose eyes are like flaming fire and whose feet are like burning brass. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളും വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുകളുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ അവരോട് പറയുകയാണ്, നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹവും നിന്റെ വിശ്വാസവും നിന്റെ ശുശ്രൂഷയും നിന്റെ സഹിഷ്ണുതയും എല്ലാം ഞാൻ അറിയുന്നു. Because this church was popular among the people
for their love and care to the church. This age was called the dark age of the Christian church. ദൈവസഭയുടെ അന്ധകാര യുഗം, or once more, the dark age of the church. All the false doctrines entered into the church. While Pope had his supremacy over the church, there was no doctrines, biblical doctrines following. They were giving importance to the charity work, service, and love to everyone. They were walking in love. The church was walking in love and service to poor people. താഴെക്കടയിൽ കിടന്നവരെ സഹായിക്കുകയും സ്നേഹത്തിൽ നടക്കുകയും ചെയ്യുന്ന ഒരു ദൈവസഭയായിരുന്നു ടൈറ്റീരിയയിലുള്ള ദൈവസഭ, തുയത്തരിയ ദൈവസഭ. അവരോട് കർത്താവ് പറയുന്നു, എനിക്ക് നിന്റെ പ്രവൃത്തി അറിയാം, നിന്റെ സ്നേഹം അറിയാം, നിന്റെ വിശ്വാസം അറിയാം, നിന്റെ ശുശ്രൂഷയെക്കുറിച്ച് എനിക്ക് മതിപ്പുണ്ട്, നിന്റെ സഹിഷ്ണുതയെക്കുറിച്ചും എനിക്ക് മതിപ്പുണ്ട്. 4-5 കാര്യങ്ങൾ അവരെ കുറിച്ച് പറയുകയാണ്. എന്നുവെച്ചാൽ അവരോട് പറയുന്നു, ഞാൻ പറഞ്ഞ എല്ലാ സഭകൾക്കും ദൂത് പറയുമ്പോ ആദ്യം അവരുടെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുത്തു പറയും, അതിനുശേഷമായി അവരുടെ ദോഷവശങ്ങളും പറയും. അവരുടെ ഗുണങ്ങളായി ടൈറ്റീരിയ സഭയോട് ദൈവം പറയുന്നത്, കർത്താവ് പറയുന്നത്, ഐ നോ യുവർ വർക്ക്സ്, യുവർ ലവ് ആൻഡ് യുവർ സർവീസ്. ഐ നോ യുവർ ഫെയ്ത്ത് ആൻഡ് യുവർ പേഷ്യൻസ്. 5 കാര്യങ്ങൾ. ഒന്ന്, നിന്റെ സ്നേഹം, നിന്റെ പ്രവൃത്തി, നിന്റെ സ്നേഹം, നിന്റെ ശുശ്രൂഷ, നിന്റെ വിശ്വാസം, നിന്റെ സഹിഷ്ണുത. ഇതെല്ലാം ഞാൻ അറിയുന്നു. ഐ നോ യുവർ വർക്ക്സ്, ഐ നോ യുവർ ലവ്, ഐ നോ യുവർ ഫെയ്ത്ത്, ഐ നോ you are walking in love, you are doing charity works, I know your patience among the people, you are showing walking in love in the church. These are things, these points are notified by God Almighty, the Son of God. ദൈവപുത്രനൊക്കെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ അവരോട് പറയുന്നത്, ഐ നോ യുവർ വർക്ക്സ്, your love to everyone, your service to everyone, your faith and your patience in the church. എന്നുവെച്ചാൽ അവരോട് പറയുകയാണ്, നിന്റെ പ്രവൃത്തി ആദ്യത്തേതിലും അല്പം കൂടെ മെച്ചമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വായിക്കുമ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ വിശ്വാസവും നിന്റെ സ്നേഹവും ശുശ്രൂഷയും സഹിഷ്ണുതയും എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. ശ്രദ്ധിക്കുക, ദിസ് ചർച്ച് ഈസ് ഹാവിംഗ് their own merits. What is their merits actually? അവരുടെ മെറിറ്റ്സ് എന്നറിയാമോ? They are walking in love. One, they are doing charity works. They are standing patiently in the midst of persecution. They are doing many services to the people. അവരോട് കർത്താവ് പറയുക, നിന്റെ പ്രവൃത്തി എനിക്കറിയാം, നീ സ്നേഹത്തിൽ നടക്കുന്നു എന്നുള്ളത് എനിക്കറിയാം, നിന്റെ ശുശ്രൂഷയൊക്കെ എനിക്കറിയാം, നിന്റെ സഹിഷ്ണുതയെക്കുറിച്ച് എനിക്കറിയാം, നിന്റെ വിശ്വാസം നീ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതും എനിക്കറിയാം. എന്നുവെച്ച് പറയുന്നു, നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും വളരെ മെച്ചമായിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. എന്നുവെച്ച് അവരോട് പറയുകയാണ്,
But you are having some problems. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാൻ ഇസ്രയേൽ ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിപ്പാനും തുനിഞ്ഞതായ ഇസബേലിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവരും നിങ്ങളുടെ നടുവിലുണ്ട്. യെസ്, there are many merits points are pointed out by the Son of God to the church at Thyatira. I know your love, I know your services, I know your charity works, your patience, everything I know, but there is a demerit. Some are following the doctrines of Jezebel, who instructed the people of Israel to the idolatry, idol worship. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്ത ഇസബേൽ എന്ന സ്ത്രീയുടെ ഉപദേശം പിടിച്ചു നിൽക്കുന്നവർ നിങ്ങളുടെ നടുവിലുണ്ട്. 1 Kings chapter 17-25. ഒന്നായ രാജാക്കന്മാരുടെ പുസ്തകം 17 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ ഈ ഇസബേലിനെ കാണുന്നുണ്ട്. ജെസബേൽ was the wife of Ahab, the king of Israel. ഇസ്രായേലിലെ രാജാവായിരുന്ന അഹാബിന്റെ ഭാര്യയായ ഇസബേൽ ഈ സഹോദരിയാണ് ഇസ്രായേലിനെ കൊണ്ട് വിഗ്രഹാർപ്പിതം തിന്നിക്കാനും ദുർനടപ്പ് ജനത്തിന് നടുവിലേക്ക് ഇറക്കിവിട്ടതും വിഗ്രഹ ആരാധനയിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നതുമായ ഒരു മഹതിയാണ് ഇസബേൽ എന്ന് പറഞ്ഞ അഹാബിന്റെ ഭാര്യയായ ഇസബേൽ. 1 രാജാക്കന്മാർ 17 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളിൽ ഇതിനെ ഈ ഇസബേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുന്നത്, ഇവിടെ കർത്താവ് പറയുന്നു, യു പീപ്പിൾ ആർ ഹോൾഡിംഗ് ദ ഡോക്ട്രിൻസ് ഓഫ് ജെസബേൽ. താൻ പ്രവാചകിയാന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജനമായ ഇസ്രായേലിനെ വിഗ്രഹ ആരാധനയിലേക്കും വിഗ്രഹ അർപ്പിതം തിന്നേണ്ടതിനും അവരെ ഉപദേശിച്ച ഇസബേലിന്റെ ഉപദേശം പിടിച്ചു നിൽക്കുന്ന ചിലർ നിങ്ങളുടെ നടുവിലുണ്ട്. Literally speaking, the Roman Catholic Church, when they have grown like anything, when the supremacy of Pope was existed in the church, there were different doctrines the church was undergoing. The church instructed, the Pope was the suprematic voice, superior authority. Pope was the superior authority. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിപ്പാനും ആ കാലഘട്ടങ്ങളിൽ ദൈവവചനം എഴുതപ്പെട്ടതായി വളരെ കുറവായിരുന്നു. ദൈവവചനത്തിന്റെ ലിഖിത ഭാഗങ്ങൾ ആ ജനത്തിന് വളരെ കുറവായി ലഭിച്ചിരുന്നു. ഗ്രീക്കിലും ഹീബ്രുവിലും ലാറ്റിൻ ഭാഷയിലും മാത്രം ദൈവവചനം ലഭിച്ചിരുന്ന കാലഘട്ടം. മനസ്സിലാക്കുക, Old Testament was in Hebrew and New Testament was in Greek, and Bible was translated into Latin. The Roman Catholic Church, they have followed the language of Latin. Roman Catholic Churchന്റെ official language is the Latin. They have translated Bible into Latin language.
And people were not able to read the Bible. Because of that, this age of the church is called the dark age of the church. Sorry. ദൈവവചനം എബ്രായ ഭാഷയിൽ പഴയ നിയമവും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലും മാത്രം ലഭ്യമായ കാലഘട്ടം. റോമൻ കാത്തലിക് സഭയുടെ ഒഫീഷ്യൽ ഭാഷയായ ലാറ്റിനിലേക്ക് റോമൻ കത്തോലിക്ക സഭ ബൈബിൾ ലാറ്റിനിലേക്ക് പരിഭാഷപ്പെടുത്തി. ജനത്തിന് ബൈബിൾ വായിക്കുവാൻ അനുവാദമില്ലായിരുന്നു. വചനം വായിക്കുവാൻ അനുവാദമില്ലായിരുന്ന ഈ കാലഘട്ടത്തെ സഭാചരിത്രകാരന്മാർ വിളിക്കുന്നത് ദൈവസഭയുടെ അന്ധകാര യുഗമെന്നാണ്. ആ സമയത്ത് പോപ്പിന്റെ അപ്രമാദിത്യം നിലനിന്നിരുന്നു. പോപ്പ് പറയുന്നതാണ് ദൈവസഭയുടെ അവസാന വാക്ക്. എല്ലാ അധികാരങ്ങളും പോപ്പിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. ദൈവവചനം സുലഭമായി ജനത്തിന് ലഭിച്ചിരുന്നില്ല. പുതിയ നിയമവും പഴയ നിയമവും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുന്നത് 1611 ഈ കാലഘട്ടം കഴിഞ്ഞ് പുറകെ വരുന്ന സർദീസ് സഭയുടെ കാലഘട്ടത്തിലാണ് ഇംഗ്ലീഷിലേക്ക് ജനത്തിന് ബൈബിൾ ലഭിക്കുന്നത്. There was Septuagint in Greek and Hebrew Bible. 70 ആൾക്കാർ ഒന്നിച്ചെഴുതിയതാണ് Septuagint. It was in Greek, not in English. But the Roman Catholic Church, they have translated Bible into Latin. Roman Catholic Sabha, Bible, ദൈവവചനം ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവർ കൂടി ലാറ്റിൻ ഭാഷയിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തി. ഈ കാലഘട്ടത്തിൽ ബൈബിൾ വായിക്കുവാൻ അനുവാദം only for the priests and bishops. ബിഷപ്പിനും പട്ടക്കാർക്കും മാത്രം ബൈബിൾ വായിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തെ പോലെ ബൈബിൾ സുലഭമല്ലായിരുന്നു. ഈ പീരീഡ് എന്ന് പറയുമ്പോൾ മാർട്ടിൻ ലൂതർ വരെയുള്ള ഒരു പീരീഡാണ്. മാർട്ടിൻ ലൂതറിന്റെ കാലഘട്ടത്തിന് മുൻപിലുള്ള പീരീഡ്. ഇംഗ്ലീഷ് പരിഭാഷ ലഭ്യമല്ലാത്ത കാലഘട്ടം 1500 വരെയുള്ള ദൈവസഭയുടെ കാലഘട്ടമാണ് തൊയ്യത്തിരിയ ദൈവസഭയിലുള്ളത്. അതുകൊണ്ടാണ് കർത്താവിന്റെ ആത്മാവ് പറഞ്ഞത്, താൻ പ്രവാചകി എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തെ വിഗ്രഹാർപ്പിതം തിന്നുവാനും വിഗ്രഹ ആരാധനയിലേക്ക് നയിച്ചതുമായ അഹാബ് രാജാവിലെ രാജ്ഞിയായിരുന്ന ഇസബേൽ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഉപദേശം പിടിച്ചു നിൽക്കുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ സഭയിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ഇറ്റ് വാസ് ദ demerits of the church at Thyatira. It was the demerits of the church at Thyatira. There was a merit. Merit എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തി. I know your work. I know your love. I know your service. I know your faith and patience. എനിക്ക് നിങ്ങളുടെ പ്രവൃത്തി അറിയാം. You are loving each other. You are doing services to the people. You are doing charity works to the people. I know the patience which you are going. നിങ്ങൾ കടന്നു പോകുന്ന സഹിഷ്ണുത എനിക്കറിയാം. ഇതെല്ലാവരെ കുറിച്ച് പറഞ്ഞ ഗുണങ്ങളാണ്. എന്നുവെച്ചാണ് അവരോട് പറഞ്ഞത്, in among you there is a doctrine going on that leads people into the idolatry.
and spiritual fornication among the church. I think you got the meaning of this part. നിങ്ങൾക്ക് ഈ ഭാഗത്തിന്റെ അർത്ഥം മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം സുലഭമല്ലാത്ത കാലഘട്ടം. പഴയ നിയമം എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിൽ സെപ്റ്റുവജന്റ് ബൈബിൾ. ഇറ്റ് വാസ് ഇൻ ദ ഗ്രീക്ക് ലാംഗ്വേജ്. When the Catholic Church grew on like anything, they were following the language of Latin. It was the official language of the Roman Catholic Church. Still, ഇപ്പോഴും റോമൻ കാത്തലിക് സഭയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഭാഷ എന്ന് പറയുന്ന ലാറ്റിനാണ്. They have translated Bible into Latin language. ലത്തീൻ ഭാഷയിലേക്ക് അവർ ബൈബിൾ പരിഭാഷപ്പെടുത്തി. ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറഞ്ഞൊരു ബൈബിൾ. വൾഗേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് they gathered together and they have translated Bible into Latin language. അങ്ങനെ വൾഗേറ്റ് ബൈബിൾ നിലവിൽ വന്നു. People were not able to read the Bible. ബൈബിൾ വായിക്കാൻ അനുവാദം ഉണ്ടായിരുന്നത് പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും മാത്രം. അങ്ങനെ ദൈവസഭ അന്ധകാര യുഗത്തിൽ കൂടെ കടന്നു പോകുമ്പോ ദൈവസഭയിൽ എല്ലാവിധ ദുരുപദേശങ്ങളും കടന്നു വന്നു. വിഗ്രഹ ആരാധന, വിഗ്രഹാർപ്പിതം തിന്നുക എന്നുള്ള ഉപദേശങ്ങൾ ദൈവസഭയിൽ കടന്നു വന്നു. അല്പം കൂടെ പറഞ്ഞാൽ 1 രാജാക്കന്മാർ 17 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്ന ആഹാബിന്റെ രാജ്ഞിയായിരുന്ന ഇസബേലാണ് ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുവന്നവൾ. ഇവിടെ എടുത്തു പറയുക, താൻ പ്രവാചകിയാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ജനത്തെ വിഗ്രഹാരാധനയിലേക്കും വിഗ്രഹാർപ്പിതം തിന്നുവാനും ഉപദേശിച്ചതായ ഇസ്രായേലിലെ ഇസബേൽ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിങ്ങളുടെ നടുവിലുണ്ട്. അവരോട് പറയുന്നു, വേഴ്സ് 20, വേഴ്സ് 21, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തിട്ട് ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ അവൾക്ക് മനസ്സിലായില്ല. ശ്രദ്ധിക്കണേ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തു, എന്നിട്ട് അവൾക്ക് ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല. The church which is following the doctrine of Jezebel, idol worship, വിഗ്രഹാർപ്പിതം തിന്നാൻ ജനത്തെ നിർബന്ധിക്കുന്ന പട്ടത്ത അപ്രമാദിത്യം, പാപമോചന ചീട്ട്, പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കുവാൻ ഉള്ള മോചന ചീട്ട്, ഈ വിധത്തിലുള്ള പല ഉപദേശങ്ങൾ, പോപ്പിന്റെ അപ്രമാദിത്യം, പോപ്പാണ് ദൈവസഭയിലെ അന്ത്യവാക്ക്, ഇങ്ങനെയുള്ള പല ചിന്തകളും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന റോമൻ കാത്തലിക് സഭയുടെ അന്ധകാര സമയം. അന്ധകാര സമയം എന്ന് പറയാൻ കാരണം, ബൈബിൾ വാസ് നോട്ട് അവൈലബിൾ ടു ദ ലോക്കൽ പീപ്പിൾ. ദൈവവചനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. സാധാരണ ജനങ്ങൾക്ക് ദൈവവചനം കാണുവാൻ പോലും അവസരം ഉണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ കാലത്ത് അച്ചടി ഭാഷ വളരെ കുറവായിരുന്നു. There were some manuscripts.
Hebrew Bible was available, and Septuagint Bible, it was in Greek language. ഗ്രീക്ക് ഭാഷയിൽ സെപ്റ്റുവജന്റ് ബൈബിള് അവൈലബിൾ ആണ്. റോമൻ കാത്തലിക് സഭ ലത്തീൻ ഭാഷയിൽ, ലാറ്റിൻ ലാംഗ്വേജിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തി. പക്ഷേ ബൈബിൾ പട്ടത്ത മേധാവിത്വങ്ങളുടെ കരങ്ങളിൽ മാത്രം ഒതുങ്ങി. പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും മാത്രം ബൈബിൾ വായിക്കുവാനുള്ള സമയം. അൽമായക്കാർക്ക് ബൈബിൾ വായിക്കുവാനോ അത് കേൾക്കുവാനോ ഒന്നും അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചർച്ച് ഹിസ്റ്റോറിയൻ പറയുന്നത്, ദിസ് വാസ് ദ പീരീഡ് ഓഫ് ഡാർക്ക് ഏജ് ടു ദ ചർച്ച്. ദൈവസഭയുടെ അന്ധകാര കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൊണ്ടാണ്. ഈ കാലഘട്ടത്തിലാണ് ദൈവസഭയ്ക്കകത്ത് അനവധി ദുരാചാരങ്ങൾ, വിഗ്രഹ ആരാധനകൾ ഒക്കെ കയറിക്കൂടിയത്. ഈ കാലഘട്ടത്തിൽ അപ്പോ 21 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തു. ആർക്ക്? ജസബേൽ എന്ന സ്ത്രീക്ക്, ഇസബേൽ എന്ന സ്ത്രീക്ക്, റോമൻ കത്തോലിക്ക സഭയ്ക്ക്. The Roman Catholic Church is called the Jezebel. But അവൾ മാനസാന്തരപ്പെട്ടില്ല. ഒക്കെ മാനസാന്തരപ്പെടാൻ മനസ്സായില്ല. അടുത്തൊരു വളരെ ഭീകരമായൊരു വാക്യം എഴുതിയിട്ടുണ്ട്, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാഞ്ഞാൽ വലിയ കഷ്ടത്തിലുമാക്കിക്കളയും. ശ്രദ്ധിക്കണേ, ഇവിടെ തൈത്തീരിയ ദൈവസഭയോട് കർത്താവ് പറയുന്നു, ഇസബേലിന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിങ്ങളുടെ നടുവിലുണ്ട്. ഇസ്രായേലിനെ വിഗ്രഹാർപ്പിതം തിന്നാനും വിഗ്രഹ ആരാധനയിലേക്ക് നയിച്ചതുമായ ഇസബേൽ എന്ന രാജ്ഞിയെ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, ദൈവസഭയ്ക്കകത്തേക്ക് വിഗ്രഹ ആരാധനയും മറ്റു പല ദുരുപദേശങ്ങളും കൊണ്ടുവന്ന റോമൻ കത്തോലിക്ക സഭയെ എടുത്തുകൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തു, പക്ഷെ അവൾ മാനസാന്തരപ്പെട്ടില്ല. അവളോടുകൂടെ ദുർനടപ്പ് ആചരിക്കുന്ന സകലരെയും ഞാൻ ന്യായം വിധിക്കും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഇതൊക്കെയാണ് ദൈവത്തിന്റെ പുത്രൻ ദൈവസഭയോട് പറയുന്നത്. ഞാൻ ഓർപ്പിച്ചല്ലോ, 610 മുതൽ 1500 വരെയുള്ള കാലഘട്ടത്തിൽ ദൈവസഭ അതിന്റെ അന്ധകാര യുഗങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിലാണ് ദൈവസഭയിൽ വിഗ്രഹാരാധനകളെല്ലാം കയറി വന്നത്. ഈ കാലഘട്ടത്തിലാണ് ദൈവസഭയിൽ എല്ലാവിധ ദുരുപദേശങ്ങളും വന്നത്. ഈ കാലഘട്ടത്തിലാണ് ഇന്ന് നിലനിൽക്കുന്ന റോമൻ മത ആധിപത്യം കയറി വന്നത്. ഈ കാലഘട്ടത്തിലാണ് ദ സുപ്രീമസി ഓഫ് പോപ്പ് വന്നത്. പോപ്പിന്റെ അപ്രമാദിത്യം ദൈവസഭയിലുണ്ടായത്. സഭ ദൈവവചനം വായിക്കുവാൻ അനുവാദമില്ലായിരുന്നു. അൽമേക്കാർക്ക് ദൈവവചനം കാണുവാൻ പോലും അവസരം ലഭിച്ചിരുന്നില്ല. ബിക്കോസ് പ്രിന്റിംഗ് മെറ്റീരിയൽസ് വെയർ വെരി ലെസ് ഇൻ ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ പ്രിന്റിംഗ് പ്രസ്സുകൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. പ്രിന്റിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് പൊതുജനത്തിന് ദൈവവചനം വായിക്കുവാനോ പഠിക്കുവാനോ അവസരം ലഭിച്ചിരുന്നില്ല. പട്ടത്ത മേധാവിത്വങ്ങളിൽ മാത്രം ദൈവവചനം വായിക്കുവാൻ അവസരം ലഭിച്ചിരുന്നു. ലത്തീൻ ഭാഷയിൽ അഥവാ ലാറ്റിൻ ഭാഷയിൽ മാത്രം പരിഭാഷ ഉണ്ടായിരുന്ന ഈ ബൈബിള് ലാറ്റിൻ അറിയാത്ത ആർക്കും വായിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പൊതുജനത്തിനും ദൈവവചനവുമായി യാതൊരു സമ്പർക്കവുമില്ലായിരുന്നു. പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും മാത്രം ദൈവവചനം വായിക്കുവാനുള്ള അവസരങ്ങൾ. ഈ കാലഘട്ടത്തെയാണ് ചരിത്രകാരന്മാരെ വിളിക്കുന്നത് ദൈവസഭയുടെ അന്ധകാര കാലഘട്ടം. ഈ അന്ധകാര കാലഘട്ടത്തിൽ ദൈവസഭയിൽ വിഗ്രഹാരാധനകൾ കയറിക്കൂടി. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്,
അമ്മയും കുഞ്ഞിനെയും ആരാധിക്കുന്നത്, പലവിധ ദുരാചാരങ്ങൾ ദൈവസഭയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ വന്നപ്പോ കർത്താവ് പറയുന്നു, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തു, പക്ഷേ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സായില്ല. എന്നുവെച്ച് പറയുക, ഞാൻ അവളെയും അവളുടെ മക്കളെയും വലിയ കഷ്ടത്തിലാക്കി കളയും, ഞാൻ അവരെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ അന്ധകാര കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ദൈവസഭ വളരെ കലുഷിതമായ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയ കാലഘട്ടം. വിഗ്രഹ ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവസഭ, ദൈവവചനം വായിക്കുവാൻ ജനത്തിന് ലേമന് അവസരമില്ലായിരുന്നു. കാരണം ദൈവവചനം അന്ന് സുലഭമായി ലഭിച്ചിരുന്നില്ല. ഇന്നത്തെ പോലെ പ്രിന്റഡ് മെറ്റീരിയൽസ് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നത് തന്നെ വായിക്കുവാൻ പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും മാത്രം അനുവാദമുണ്ടായിരുന്ന ഒരു അന്ധകാര കാലഘട്ടം. ഈ അന്ധകാര കാലഘട്ടത്തിൽ നിന്ന് ദൈവസഭയ്ക്ക് മാനസാന്തരപ്പെടുവാൻ കർത്താവ് അവസരം കൊടുത്തു. പക്ഷെ ദൈവസഭ മാനസാന്തരപ്പെട്ടില്ല. അപ്പൊ ദൈവസഭയോട് കർത്താവ് പറയുന്നു, അവളെയും അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്ലൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭയും അറിയും. നിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിനക്ക് പകരം തരും. 24 പേരുള്ള വാക്യങ്ങളാണ് ഞാൻ എന്ന് ചിന്തിച്ചത്. ഇവിടെ എഴുതിയിരിക്കുന്നു, അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പുളവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നു എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം നിങ്ങളേവർക്കും പകരം ചെയ്യും. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞല്ലോ, ദൈവസഭയുടെ അന്ധകാര കാലഘട്ടം. ഇത് ഈ ഡാർക്ക് ഏജ് ഓഫ് ദി റോമൻ കാത്തലിക് ചർച്ച്, ഇത് സുപ്രമസി ഓഫ് ദി റോമൻ പോപ്പ്. Bible was not available in that days. Some manuscripts were available, but the laymen were not allowed to read the Bible. ബൈബിൾ വായിക്കാൻ അനുവാദം ഉണ്ടായിരുന്നത് പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും മാത്രം. പോപ്പിന്റെ സുപ്രീമസി, പോപ്പിന്റെ അന്ത്യവാക്ക്, ഇവയൊക്കെ വളർന്നു വന്നത് ഈ കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ഹൃദയങ്ങളെയും ഉൾപൂവുകളെയും അറിയുന്നു എന്ന് സകല സഭകളും അറിയും. അവനവന് അവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ലഭിക്കും. ഒരു വാക്യം ഞാൻ കേറ്റി പറഞ്ഞുകൊള്ളട്ടെ. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 2 Corinthians 5:10 പറയുന്ന ഒരു വാക്യം ഞാൻ കേറ്റി പറയട്ടെ. അവനവൻ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കതായ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. Whether your works were good or evil, you must have to stand before the judgment seat of our Lord and Savior Jesus Christ. അവനവൻ ചെയ്യുന്നത് നല്ലതാണെങ്കിലും ശരി തീയതാണെങ്കിലും ശരി തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കപ്പെടും. ശാപനോട് ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, എന്റെ കയ്യിൽ പ്രതിഫലമുണ്ട്, അവനവന്റെ പ്രവർത്തിക്കത്ത പ്രതിഫലം ഞാൻ അവന് കൊടുക്കും. എന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, യഹോവയായ ദൈവത്തിന്റെ കരങ്ങളിൽ പ്രതിഫലമുണ്ട്.
അവനവന്റെ പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം അവൻ പ്രാപിക്കും. അതാ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൃദയങ്ങളെയും നിലവുകളെയും അറിയുന്നത് ദൈവമെന്ന സകല ദൈവസഭയും അറിയും എന്നുവെച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം ലഭിക്കും. പ്രവാചകനായ യെശയ്യാ പറയുന്നു, എന്റെ കയ്യിൽ പ്രതിഫലമുണ്ട്, ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം അവർക്ക് ലഭിക്കും. അപ്പം ദൈവസഭയ്ക്ക് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും. അങ്ങനെ വരുന്നൊരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആകയാൽ ദൈവസഭ മാനസാന്തരപ്പെടുവാൻ കർത്താവിന്റെ ആത്മാവ് വിളിച്ചു പറയുക. These things says by the Son of God, whose eyes are like flaming fire and whose feet are like burning brass. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുകളോടുകൂടിയ ദൈവപുത്രൻ ദൈവസഭയോട് പറയുന്നു, റിപ്പന്റ്, റിപ്പന്റ്, മാനസാന്തരപ്പെടുക, ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുക, ദുരുപദേശങ്ങൾ വിട്ട് മാനസാന്തരപ്പെടുക, വിഗ്രഹാരാധന വിട്ട് മാനസാന്തരപ്പെടുക. ഞാൻ ഹൃദയങ്ങളെയും നിലവുകളെയും അറിയുന്ന ദൈവമാകുന്നു. നിങ്ങളുടെ പ്രവർത്തിക്കൊത്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഈ ദിവസങ്ങളിൽ തുടർന്നുള്ള ഭാഗങ്ങൾ verses 24 to 29 will be discussing on Wednesday if God allows. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ 24 മുതൽ 29 വാക്യങ്ങൾ നമുക്ക് ബുധനാഴ്ച സന്ധ്യാവേളയിൽ ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കർത്താവ് ദൈവസഭയെക്കുറിച്ചൊരു നല്ല ഗുണം പറയുന്നു. I know your works, I know your love, I know your service. You are walking in love and doing great charity works. I know your faith and patience. 5 കാര്യങ്ങൾ ദൈവസഭയെ കുറിച്ച് കർത്താവ് പറയുക. നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നുണ്ട്, നിന്റെ സ്നേഹം ഞാൻ അറിയുന്നു, നിന്റെ ശുശ്രൂഷ ഞാൻ അറിയുന്നു, നിന്റെ വിശ്വാസം ഞാൻ അറിയുന്നു, നിന്റെ സഹിഷ്ണുതയും ഞാൻ അറിയുന്നു. എന്നുവെച്ചാൽ അവരെ കുറിച്ച് ഒരു വലിയ ദോഷം വിളിച്ചു പറഞ്ഞു. There are some people who is following the teachings of Jezebel. ജിസബേലിന്റെ ഉപദേശം പിൻപറ്റുന്ന ഒരു വലിയ ഗ്രൂപ്പ് ജനം നിങ്ങളുടെ നടുവിലുണ്ട്. അവൾക്ക് ഞാൻ മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തു, പക്ഷെ അവളെ ദുർനടപ്പ് വിട്ട് അവൾ മാനസാന്തരപ്പെട്ടില്ല. ആകയാൽ അവളെയും അവളുടെ തലമുറകളെയും ഞാൻ കൊന്നുകളയും എന്നുവെച്ച് കർത്താവ് പറയുന്നു. ഞാൻ ഹൃദയങ്ങളെയും നിലവുകളെയും അറിയുന്നുവെന്ന സകല ദൈവസഭകളും അറിയട്ടെ എന്നുവെച്ച് പറയുകയാണ്. ഞാൻ ഓരോരുത്തർക്ക് അവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകും. ഇന്ന് രാത്രികാലം ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. വിഗ്രഹാരാധന വിട്ട്, ദുരുപദേശങ്ങളെ വിട്ട്, വിഗ്രഹാർപ്പിതം തിന്നുന്നത് വിട്ട് ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. Repent and come back to the word of God. മാനസാന്തരപ്പെട്ട് ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Repent and come back to the word of God. ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവം നമ്മോട് പറയുന്നു, there is a reward to each and every people according to your good and evil works. 2 കൊരിന്ത്യർ 5:10 വാക്യം ഒരിക്കൽ കൂടെ ഞാൻ ഇവിടെ ഉദ്ധരിക്കട്ടെ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്ക പ്രതിഫലം ലഭിക്കും. You will get a reward according to your works, whether it is good works, whether it is evil work. We have to stand before the judgment seat of Lord Jesus Christ in a day. നമുക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപാകെ ഒരു ദിവസം നിൽക്കേണ്ടതായി വരും. ഇവിടെ കർത്താവ്
ട്വിറ്ററിലെ ദൈവസഭയോട് പറയുന്നു, ഇസബേൽ എന്ന് പറഞ്ഞ സ്ത്രീക്ക് മാനസാന്തരപ്പെടുവാൻ ഞാൻ അവസരം കൊടുത്തു, പക്ഷെ അവൾ മാനസാന്തരപ്പെട്ടില്ല. ആകയാൽ അവളെയും അവളുടെ തലമുറകളെയും ഞാൻ കൊന്നുകളയും. എന്നേച്ച് കർത്താവരോട് പറയുന്നു, ഞാൻ ഹൃദയങ്ങളെയും നിലവുകളെയും അറിയുന്നുവെന്ന് സകല സഭകളും അറിയും. എന്നുവെച്ച് പറയുന്നു, അവർ അവർക്ക് പ്രവർത്തിക്ക് തക്കതായ പ്രതിഫലം ലഭിക്കും. ഇനി അവരെ കുറിച്ചുള്ള മെറിറ്റ് താഴേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കർത്താവ് വരുവാൻ താമസിച്ചാൽ ബുധനാഴ്ച രാത്രിയിൽ നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് ഇടയാകട്ടെ. Today let Almighty God give you all the blessings. You can watch the message on YouTube also. Let God Almighty give you blessings. Amen. Amen. Amen.